ഈ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളാണ്. നമുക്ക് രണ്ടു മൂന്ന് സ്ത്രീകളെ നമുക്ക് വിളിക്കാണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ ഇവരുമായിട്ട് സംസാരിച്ച ഫോണിൽ വിളിച്ചു, എനിക്ക് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനിപ്പം സീസൺ 2 ഉണ്ടായിരുന്ന അലീനയെ ഒന്ന് വിളിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അലീന എന്നോട് പറഞ്ഞു ഞാൻ സംസാരിക്കാൻ തയ്യാറാണ് ഇക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അലീന സംസാരിക്കണ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഞാനൊന്ന് അലീനയെ വിളിക്കാം. തീർച്ചയായിട്ടും. അലീന യാത്രയിലാണ്, കണ്ണൂർ പോവുകയാണ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ സീസൺ 2 ഒരുമിച്ചുള്ള ആളുകൾ. അലീന നമസ്കാരം. ഹൈദറിലെയാണ്, മൂവി വേൾഡ് മീഡിയ എന്നാണ്. സീസൺ 2 നിങ്ങളുടെ ഒരു അതിഥി ഇവിടെ ഉണ്ട്. അലീന രഘുവാണ്. ഒന്നുമില്ല, സീസൺ 2 നിന്ന് വന്നതൊന്നുമല്ല. ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ മൊത്തത്തിൽ എല്ലാ ബിഗ് ബോസുകാർക്കും കിട്ടിയ ഒരു പണി. അതെ. അല്ല, ഐദർക്ക പറഞ്ഞു ഇങ്ങനെ നമ്മൾ കുറച്ച് സ്ത്രീകളെ ഐദർക്കയ്ക്ക് വിളിക്കണം. സ്വാഭാവികമായിട്ട് അതൊരു ഓഡിറ്റിങ്ങിന്റെ ആവശ്യമുള്ള കാര്യമാണെന്ന് തോന്നുന്നു. നമ്മൾ ഓഡിറ്റ് നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് കാണുന്ന കുറച്ച് ആളുകൾക്കെങ്കിലും, ഇപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ 1-2 ആളുകൾ എന്നോട് പറഞ്ഞു അവർക്കൊക്കെ മെസ്സേജ് വരുന്നുണ്ട്, നീ എങ്ങനെയാണ് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറി. നീന്നല്ല, അവർ, അതായത് നമ്മുടെ സീസണിലെ പല 2-3 സ്ത്രീകളോട് മെസ്സേജ് വന്നിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ബിഗ് ബോസ് കയറി, ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുള്ള ഒരു സ്ഥിരം ഈ മറ്റേ കവലയിൽ നിന്ന് ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വരുന്നു എന്ന് എന്നോട് പറഞ്ഞു. അതാണ് ഞാൻ ഈ ഇന്റർവ്യൂവിന് വന്നിരിക്കാൻ കാരണം തന്നെ. അലീന, ഇത് വലിയ രീതിയിൽ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നോ കേൾക്കാം. എനിക്കിതുവരെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഒരു പക്ഷേ ഞാൻ വർഷങ്ങളായിട്ട് അവിടെ ഹോസ്റ്റ് ചെയ്ത് ഏഷ്യാനെറ്റിലൂടെ വളർന്നു വന്നൊരു കുട്ടി ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്നെ ഒരുപക്ഷെ ആൾക്കാർക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കാം എനിക്കിതുവരെ അങ്ങനത്തെ രീതിയിലൊരു മെസ്സേജ് വന്നിട്ടില്ല. പിന്നെ ഇൻ കേസിൽ അങ്ങനെ ഒരു മെസ്സേജ് വന്നാലും നമുക്ക് അതിനനുസരിച്ച് റിപ്ലൈ പറയാനും അറിയാമല്ലോ. നമുക്ക് ഇപ്പൊ വരുന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ റീസെന്റ് മറ്റൊരു കണ്ടസ്റ്റന്റ് ഒരു ലൈവ് പോയതിന്റെ പേരിലായിരിക്കാം വീണ്ടും എല്ലാവർക്കും ഇതുപോലെ ഒന്നും കൂടെ ഒരു എന്താ പറയുന്നേ, പഴയ സീസണിലെ ആൾക്കാരും ഒക്കെ വന്ന് സംസാരിക്കാൻ ഒരു ഇട വന്നത്. ഒരു എക്സ് കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു വിന്നർ, ബിഗ് ബോസിന്റെ ഒരു വിന്നർ വന്നിട്ട് ഒരു പേരിലായിരിക്കാം. തീർച്ചയായിട്ടും. ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് സീസൺ 5 പെൺകുട്ടികൾക്കല്ല ഈ വിഷയം ഉണ്ടായിരിക്കുന്നത്, മറ്റ് സീസണിലുള്ള പെൺകുട്ടികൾക്ക് വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അലീനയൊക്കെ ഒരു സീസണിൽ വർക്ക് ചെയ്താണ്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഒന്നാമത് ഞാൻ ഈ ലൈവ് ഫുൾ അപ്ഡേറ്റഡ് ആയിട്ട് കണ്ടില്ല. കാരണം ബിഗ് സീസൺ നമ്മുടെ സീസൺ 2 കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു 3-4 മാസം ഉണ്ടാകുന്ന ഒരു ചർച്ചയുള്ളൂ. അത് കഴിഞ്ഞാൽ പുതിയ സീസൺ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും ഈ കാണില്ല എന്ന് പറയുന്നവരും അല്ലെങ്കിൽ ഇനി വോട്ട് ചെയ്യില്ല എന്ന് പറയുന്നവരും ഉൾപ്പെടെ ആൾക്കാർ, ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ആൾക്കാര് വീണ്ടും അടുത്ത സീസൺ വരുമ്പോ അതിലേക്ക് കയറി പിന്നെ അതിനെ പറ്റിയായിരിക്കും സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാറുള്ളത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പം ഈ പറയുന്ന മത്സരാർത്ഥി വന്ന് പറഞ്ഞ എന്താണെന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടിട്ടില്ല. പക്ഷെ പലരും പറഞ്ഞു ഈ പറയുന്ന പോലെ ഇൻസ്റ്റാ റീൽ ഇങ്ങനെ മാറ്റി പോയി കണ്ടത് വെച്ചിട്ടാണ് ഞാനും അറിഞ്ഞത്. അപ്പൊ ഞാനതൊരു വലിയ വിഷയമായിട്ട് എടുത്തില്ല. കാരണം എനിക്കറിയാം എന്നെ എങ്ങനെയാണ് ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ എന്റെ മോൾ ബിഗ് ബോസിലേക്ക് വിളിച്ചത് എന്നുള്ളതും എന്റെ പാരന്റ്സിനെ വിളിച്ചു ചോദിച്ചു. പിന്നെ എന്റെ കൺസേൺ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പലിച്ച് കിടക്കുമായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് അവർ ഫോൺ കോൾ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യണം, അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു ഇന്റർവ്യൂ, ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ എന്ന് പറയുന്നു. ഞാൻ ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോയിൽ ചെന്നിട്ട്, അതായത് ഒറ്റയ്ക്ക് എന്താ പറയുന്നത്, ഒരു ഹോട്ടലിലോ ഒരു ക്യാബിനിലോ ഒന്നും അല്ല പോകുന്നത്. ഒരു എന്റെ മോളുടെ ഒരു പിന്നെ മെയിൻ ആളും ഏഷ്യാനെറ്റിന്റെ മെയിൻ ആളും അല്ലാണ്ട് 2 പേരും വിത്ത് ക്യാമറ എന്നെ ഇന്റർവ്യൂവിന് എന്റെ അമ്മ ഉൾപ്പെടെയുള്ള പിന്നെ എന്റെ ഫാദറും ഉണ്ട് മദറും ഉണ്ട്, എന്റെ അമ്മയെ ഞാനും കൂടെ ഉള്ളിലേക്ക് വരുന്നു. അവരിരുന്നു, നമ്മൾ 4-5 പേര് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു. എങ്ങനെയുണ്ട് എന്റെ പനിയും ചോദിക്കുന്നു, ബിഗ് ബോസ് എന്താണെന്ന് അറിയാമല്ലോ, അവിടെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് എന്ന് പറ. അതായത് അവിടെ ചെന്ന് വഴക്കടിക്കണം, കണ്ടന്റ് ആണെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അതായത് 100 ദിവസം ഫോണോ ഇതൊന്നുമില്ല, എനിക്ക് ഷോയോ അപ്പം വേറെ ഷോയിൽ കമ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയായിരിക്കും ഈ 100 ദിവസം നിൽക്കുക, പറ്റുമോ ഇല്ലയോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഡീലിങ്സ്. അപ്പൊ അവരെന്റെ അടുത്ത് റെമ്യൂണറേഷന്റെ കാര്യം പറയുന്നു. ഞാൻ പറയുന്നു ഓക്കെ ഇതാണ്. അതിന് പോലും നമ്മളൊരു തർക്കമോ നെഗോസിയേഷനോ ഒന്നും നടത്തിയിട്ടില്ല. ശരിയെന്ന് പറയുന്നു. അവര് പറയുന്നു ഒരു കൗൺസിലിംഗ് സെക്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് എല്ലാവർക്കും ഉള്ളൊരു അത് തന്നെയാണ്. പിന്നെ ഈ കാര്യം മറ്റൊരാളോട് പറയരുത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ സീസൺ 2 വിളിക്കുന്നത്. പിന്നെ ഞാൻ ആകെ പോകുന്നത് കൊച്ചിയിലെ ഇതേപോലെ തന്നെ ഇവരുടെ സ്റ്റുഡിയോയിൽ ചെല്ലുന്നു. ഒരു വലിയ, എനിക്ക് തോന്നുന്നു രഘുചേട്ടനും അങ്ങനെ ഉണ്ടാവും, കുറെ പേപ്പേഴ്സ് സൈൻ ചെയ്യാൻ. അപ്പൊ ഈ സൈൻ ചെയ്യുന്നത് നമ്മൾ നോക്കുന്നത് എന്താ, എഗ്രിമെന്റ് ആണ്. ഈ എഗ്രിമെന്റ് പറയുന്ന പോലെ നമ്മൾ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ
അത് ചിലപ്പോ പ്രശ്നമാവും. അപ്പൊ അത് ഗെയിമിന്റെ റൂളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ ആരെ പിന്നെ പേരെടുത്ത് എന്താ അവരുടെ ഫാമിലിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, റിലീജിയന്റെ കാര്യത്തിൽ വഴക്കടിക്കരുത്, അടിക്കരുത്, ചവിട്ടരുത്, തൊഴിക്കരുത്, അബ്യൂസീവ് വേർഡ് ഉപയോഗിക്കരുത്, ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവിടെ ഈ ഓഡിഷനിലാണോ ഇന്റർവ്യൂ ആണോ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്നെ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് പ്രോപ്പർ ആയിട്ട് ചാനലിലെ എല്ലാവരും ഹെഡ് ഉൾപ്പെടെ ഇരിക്കുന്നിടത്ത് വിളിക്കുന്നു, വിത്ത് ക്യാമറയാണ് ഇവരിതെല്ലാം ചെയ്തിട്ടുള്ളത്. അതിനപ്പുറം ഈ പറയുന്ന ഓഡിഷൻ എന്താണെന്നോ അല്ലെങ്കിൽ ഓഡിഷനിൽ ആൾക്കാർക്ക് പറ്റിയ എന്താണെന്നോ ഉള്ളത് എനിക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒരിക്കലും എന്താ പറയുന്നത് ഉള്ളതാണെന്നോ ഇല്ലതാണെന്നോ പറയാൻ പറ്റില്ല. എനിക്ക് ലൈഫിൽ എനിക്ക് അങ്ങനെ ഇതുവരെ ഇന്നേ വരെ 20 വർഷമായി ഞാൻ പിന്നെ അതില് ഏറ്റവും കൂടുതൽ വർഷങ്ങളും ഏഷ്യാനെറ്റുമായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നതും. ഏഷ്യാനെറ്റിന്റെ ഇപ്പൊ തലപ്പത്തിരിക്കുന്നവർ പണ്ട് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് എന്റെ പ്രോഗ്രാമിലും വർക്ക് ചെയ്തവരും ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ ഒരു ബാഡ് അനുഭവം വന്നിട്ടില്ല. തീർച്ചയായിട്ടും അലീന പറയുന്ന കറക്റ്റാണ്. എക്സാക്ട്ലി അലീനയ്ക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. എങ്കിലും ഒരൊറ്റ കാര്യം നമുക്കൊന്നും കൂടെ ക്ലാരിറ്റി കിട്ടും. അലീന ഒരു കാര്യം കൂടെ ചോദിക്കണം. അലീന പറഞ്ഞത് കറക്റ്റാണ്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാത്ത ഒരു വ്യക്തിയാണ് അലീന. പക്ഷെ ഒരാള് ആരോപണം ഉന്നയിക്കുമ്പോൾ അയാള് അതിന്റെ തെളിവുകൾ നിരത്തി അയാള് വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യം. അങ്ങനെ വ്യക്തമാക്കേണ്ടതല്ല അയാൾ. അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ വ്യക്തമാക്കേണ്ട ആളെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഞാൻ ഉദ്ദേശിക്കുന്ന ആളെ ആണോ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആള് തന്നെയാണോ ഈ പറയുന്ന പിന്നെ രീതിയിൽ ബാഡായിട്ട് പെരുമാറിയിരിക്കുന്നതെന്നുള്ളതും നമുക്കറിയില്ല. ഇപ്പൊ എന്നോട് പറയാണ്, ഇപ്പൊ രഘുചേട്ടൻ നാളെ വന്നിട്ട് എന്റെ പറയാം ഒരു ഇന്റർവ്യൂ സംസാരിച്ച രീതി തെറ്റാ. ആ ഇന്റർവ്യൂ ആരാന്ന് പറഞ്ഞാലേ എനിക്കിത് ഉള്ളതാണോ അല്ലാത്തതാണോ എന്നൊക്കെ എനിക്കും പറയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ എന്റെ മനസ്സിൽ കാണുന്ന ആൾക്കാരെ ആണോ ഈ പറയുന്ന അനുഭവപ്പെട്ട ആൾക്കാർ പറയുന്നതെന്നുള്ളതും എനിക്കറിയില്ല. അപ്പൊ അതാരാണെന്നുള്ളത് പറഞ്ഞാലേ നമുക്ക് വീണ്ടും അപ്പൊ നമുക്ക് ചിലപ്പോ നമ്മൾ റീകളക്ട് ചെയ്ത് നോക്കും. ഇനി എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞാൻ എപ്പോഴെങ്കിലും പുള്ളിക്കാരൻ വേറൊരു ആളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്റെ ശ്രദ്ധയിൽ പുള്ളിക്കാരൻ എന്റെ അടുത്ത് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു നോട്ടത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എങ്കിലേ നമ്മളത് റീകളക്ട് ചെയ്യുള്ളൂ. ഇപ്പൊ ആസ് ഓഫ് നൗ ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോ ഇത് ആരെന്താന്നറിയില്ല. പക്ഷെ പൊതുവെ അങ്ങനെ ഇപ്പൊ പറയുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന സീസൺ 5 കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സീസൺ 6 നടക്കുന്ന കാര്യമായിരിക്കും എന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു ടോക്ക് ആയപ്പോഴാണ് അറിയുന്നത് എല്ലാരെയും എഫക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പല സീസണിൽ കഴിഞ്ഞു പോയ സീസണിലുള്ളവർക്കും മെസ്സേജസും കാര്യങ്ങളും വരുന്നു എന്നുള്ളത്. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.